ക്ഷേത്രത്തിലെത്തുന്ന രേവതിയെ കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന സുധിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്ന സുധീനെ മറ്റു പിച്ചക്കാർ അവിടെ പിടിച്ചിരുത്തുന്നു. തുടർന്ന് അമ്പലത്തിൽ തൊഴുതിട്ട് തിരികെ വരുന്ന രേവതി പിച്ചെടുക്കാനിരിക്കുന്ന സുധിയെ കണ്ട് ഞെട്ടിപ്പോവുകയും നിങ്ങൾ എന്തിനാണ് ഇവർക്കൊപ്പം വന്നിരിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ രേവതിനെ പരിചയമില്ലാത്ത രീതിയിൽ സുധി പെരുമാറുന്നു. തുടർന്ന് രേവതി സച്ചിനെ വിളിച്ച് പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് വരാനും നിങ്ങളുടെ ഏട്ടൻ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് പിച്ചെടുക്കുകയാണെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി നിനക്ക് ആളുമാറി പോയതാകുമെന്ന് പറഞ്ഞെങ്കിലും സുധി തന്നെയാണെന്ന് രേവതി ഉറപ്പിച്ചു പറയുന്നു. അതോടെ ക്ഷേത്രത്തിലേക്ക് വരാമെന്ന് സച്ചി പറയുന്നു. പിന്നീട് ശ്രീകാന്ത് വീട്ടിൽ താമസിക്കാൻ വരാത്തതോർത്ത് മഹിമ നിരാശപ്പെടുന്നു. തുടർന്ന് മഹിമയും മധുസൂദനും ശ്രീകാന്തിനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള വഴികളെപ്പറ്റി ആലോചിക്കുന്നു. ഇതേസമയം വീട്ടിലെത്തുന്ന വർഷ റോഷൻ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച വിവരവും സച്ചി രക്ഷിച്ച വിവരവും പറയുമ്പോൾ എല്ലാം സച്ചിയുടെ പ്ലാനിംഗ് ആണെന്നും അവനും റോഷനും ഒറ്റക്കെട്ടാണെന്നും മധുസൂദനൻ പറയുന്നു. ഇത് കേൾക്കുന്ന വർഷ മധുസൂദനന് കണക്കിന് കൊടുക്കുകയും രേവതി ചേച്ചിയെപ്പറ്റി നിങ്ങൾ പറഞ്ഞതെല്ലാം മോശമായി പോയെന്നും പറയുന്നു. തുടർന്ന് ശ്രീകാന്ത് ഒരു പാവമാണെന്നും എനിക്ക് ശ്രീകാന്തിനെ വിഷമിപ്പിക്കാൻ പറ്റില്ലെന്നും ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്നും വർഷ പറയുന്നു. ഇത് കേട്ട് മഹിമയും മധുസൂദനും ഞെട്ടിപ്പോവുകയും വർഷയെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ വർഷ ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് തറപ്പിച്ചു പറയുന്നു. പിന്നീട് ക്ഷേത്രത്തിലെത്തുന്ന സച്ചി സുധി പിച്ചയെടുക്കുന്നത് കണ്ട് ഞെട്ടിപ്പോവുകയും നീ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ച് സുധിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ട് സുധിക്ക് സങ്കടമാകുന്നു. ശേഷം സച്ചി സുധിനെ പിടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ സുധി സച്ചിയോട് പറയുന്നു. ഇത് കേട്ട് സച്ചി സുധീനെ വഴക്ക് പറയുകയും നിന്നെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാനാവുന്നില്ലെന്നും പറയുന്നു. ശേഷം സച്ചി സുധിയുടെ പിച്ചപാത്രം വലിച്ചെറിയുകയും സുധീനെ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പിന്നീട് ചന്ദ്രോദയത്തിൽ രവീന്ദ്രനും ചന്ദ്രമതിയും സംസാരിച്ചിരിക്കുന്നു. ഇതേസമയം സച്ചിയും രേവതിയും സുധിയും വീട്ടിലെത്തുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.